നിൽക്കുന്നത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടർഫിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് വന്നതാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, വരും. പേര് ഞാൻ വത്സൻ മഠത്തിലാണ്, കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ ഏതാണ്ട് 39 വർഷമായി ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ സ്ഥാപനങ്ങളായിട്ട് ഏതാണ്ട് 50ഓളം സ്ഥാപനങ്ങൾ ഇന്ന് നടത്തി വരികയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പിന്നെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലുണ്ട്. അതുപോലെ CBSE ഉണ്ട്, BEd കോളേജ്, TTC കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ എല്ലാം കൂടി ഒരു 50 സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരും കേരളത്തിലുണ്ട്. സംബന്ധിച്ചിട്ട് ഒരു സ്ഥലത്തും അങ്ങനെയില്ല. ഇഷ്ടംപോലെ കുട്ടികൾ കൂടി വരും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമാറുന്ന സ്ഥാപനങ്ങളാണ് കൂടുതൽ എനിക്ക് വന്നിരുന്നത് എയ്ഡഡ് മേഖലയിൽ. എയ്ഡഡ് മേഖല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളിൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഭൗതിക സൗകര്യം, അടിസ്ഥാന സൗകര്യം, അവർക്കുള്ള യാത്രാ സൗകര്യം, അതുപോലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രീതിയിലുള്ള പല പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ നടത്തി വരുമ്പോൾ ആ കുട്ടികൾക്ക് വിശ്വാസം വരണം. നമ്മളൊരു വിദ്യാലയത്തിൽ അയച്ചാൽ എൻ്റെ കുട്ടി എങ്ങനെ മിടുക്കനാവോ, അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്വം ഉണ്ടോ, ജാഗ്രതയുണ്ടോ, സേഫ്റ്റി ഉണ്ടോ. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള ബിൽഡിംഗ് തന്നെ. ഇന്ന് നമ്മൾ പണ്ട് കാണുന്ന പോലെയല്ല, ഇന്ന് നമ്മൾ ഭയങ്കര ഹൈടെക് വീട്ടിൽ നിന്നാണ് വരുന്ന കുട്ടികൾ. ആ കുട്ടികൾ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു മിനിമം ആ ഹൈടെക് ഫെസിലിറ്റി ഉണ്ടാവണം. അതാണ് അതിൽ പ്രത്യേകത. അപ്പോൾ അതിന് പുറമേ അവർക്ക് ഉണ്ടാകുന്ന സുരക്ഷിതത്വം നമുക്ക് ബോധം ഉണ്ടാവണം. ആ കായിക രംഗം നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നോക്കിയാൽ നമുക്കറിയാം കലാരംഗം. ഞങ്ങളെ സംബന്ധിച്ച് കലാരംഗം വളരെ ആവേശത്തിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇൻ്റർനാഷണൽ റഫറി കൂടിയാണ്. എൻ്റെ വളരെ കാലത്തെ സുഹൃത്താണ്. അപ്പോൾ SN ട്രസ്റ്റ് സ്കൂളിലായിരുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തത്. പക്ഷേ പിന്നീട് ഇപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ തന്നെ എല്ലാ സ്ഥാപനത്തിലെയും ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതിൻ്റെ സംഘടിപ്പിക്കുക, അതിൽ പരമാവധി കുട്ടികളെ സ്റ്റേറ്റ് ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ ഒക്കെ കൊണ്ടുപോകാൻ, നാഷണൽ ലെവലിലൊക്കെ ഇപ്പോൾ കുറേ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ചുമതല. അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടെത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നില്ല. ചെറുപ്പത്തിലേ കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ സ്പോർട്സ് നഴ്സറികൾ നമുക്കില്ല. സ്പോർട്സ് നഴ്സറികൾ ഉണ്ടായാൽ മാത്രമേ വളരെ ചെറുപ്പത്തിൽ എന്തം ക്യാച്ച്, അതിനെക്കാട്ടി ചെറുപ്പത്തിൽ നഴ്സറി തലത്തിലുള്ള കുട്ടികളെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 7-ാം തീയതി ടർഫ് ഉദ്ഘാടനം. മാനവികതയിൽ നിന്നും വിശ്വ മാനവികതയിലെത്തിക്കാനുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് മുക്കത്തിലെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ മുക്കം ഹയർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളെയും മുക്കത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സ്പോർട്സ് രംഗത്തെ എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയാണുള്ളത്. അത് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നന്മ നിറഞ്ഞ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് എൻ്റെയും എൻ്റെ ചാനലിൻ്റെ ആശംസ.